തിരുവനന്തപുരം AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോവളം വെള്ളാർ ഒലിപ്പുവിള സ്വദേശിയായ അഖിലാണ് മരിച്ചത്. വയനാട് സ്വദേശിയായ യുവതിയുമായി അഖിൽ അടുപ്പത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കഴിഞ്ഞ ദിവസം ഈ യുവതിയെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. യുവതിയുടെ മരണവിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തി മൃതദേഹം കണ്ട ശേഷം മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് അഖിലിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടത്. സംഭവത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് 27-കാരനായ അഖിലിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 2 വർഷം മുൻപാണ് ഇയാൾ പോലീസ് ജോലിയിൽ പ്രവേശിച്ചത്. വയനാട് സ്വദേശിയായ യുവതിയുമായി അഖിൽ അടുപ്പത്തിലായിരുന്നെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ യുവതിയെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. യുവതിയുടെ മരണവിവരമറിഞ്ഞ് ആശുപത്രിയിലെത്തി മൃതദേഹം കണ്ട ശേഷം അഖിൽ വീട്ടിൽ മടങ്ങിയെത്തി. തുടർന്ന് AR ക്യാമ്പിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പുറത്തുപോയ ഇയാൾ 1 മണിക്കൂറിനുള്ളിൽ തിരികെ എത്തി. മകൻ പെട്ടെന്ന് മടങ്ങി വന്നതിനെക്കുറിച്ച് മാതാവ് തിരക്കിയെങ്കിലും വ്യക്തമായ മറുപടി നൽകിയില്ല. രാവിലെ വാതിൽ തുറക്കാതായതോടെ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടത്. പുലർച്ചെ 2:15 അഖിൽ സുഹൃത്തിന് വാട്സാപ്പിൽ സന്ദേശം അയച്ചിരുന്നു. കാർ വാങ്ങിയ വിവരങ്ങളും പോസ്റ്റ് ഓഫീസിലുള്ള തന്റെ സമ്പാദ്യത്തെക്കുറിച്ചുള്ള കണക്കുകളും സന്ദേശത്തിൽ വിശദീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തൂങ്ങി മരിച്ചതെന്ന് കരുതുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കോവളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുവതിയുടെയും അഖിലിന്റെയും ഫോണുകളടക്കം വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.